നമസ്കാരം. കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തത് ഗാന്ധിജിയുടെ വാസസ്ഥലമായ ഹൃദയകുഞ്ചിനെ കുറിച്ചായിരുന്നു. വീണ്ടും നമ്മൾ അവിടേക്കാണ് വരുന്നത്. നമ്മൾ അന്ന് ലളിതമായ ഗാന്ധിജിയുടെ അടുക്കളയെ കുറിച്ച് പറഞ്ഞു. ഈ അടുക്കളയിൽ ഭിത്തിയോട് ചേർന്ന് തടിയലമാരകൾ അന്നേ ഉണ്ടാക്കിയിരുന്നു. അതിന്റെ പഴക്കം നമുക്ക് ഏകദേശം 108 വർഷത്തോളം അനുമാനിക്കാം. ഇപ്പോൾ ഇതാണ് ആ തടിയലമാര. അതിനകത്ത് മുകളിലൊരു ബോർഡുണ്ട്, റെപ്ലിക്കാസ്. അന്ന് ഗാന്ധിജി ഉപയോഗിച്ചിരുന്ന സാധനങ്ങളുടെ പകർപ്പും ചിലത് ഒറിജിനലുമാണെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. അവിടെ സ്പൂണുകളും കാര്യങ്ങളും ഒക്കെ താഴെ കാണാം. അതൊക്കെ ഒരു ഒറിജിനൽ ആയിട്ട് അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്നതാണ്. ഇവിടെ ഒരു റീഡ് പെൻ കാണാം. റീഡ് പെൻ എന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ വിചാരിക്കും വായനയ്ക്ക് ഉപയോഗിക്കുന്ന നോക്കി പേനയാണ്. അല്ല, അത് ഈ ഈറയോ അല്ലെങ്കിൽ അതുപോലെ കച്ചിയോ എല്ലാം അതിന്റെ അറ്റം കൂർമ്മിച്ചിട്ട് ഈ മഷി മുക്കി എഴുതുന്ന പേനയാണ്. ഇവിടെ കോക്കനട്ട് ചോപ്പർ ഉണ്ട്. അതുപോലെ തന്നെ കിച്ചണിൽ ഉപയോഗിക്കുന്ന വെജിറ്റബിൾസിന് കട്ട് ചെയ്യാനുള്ള നൈഫുണ്ട്. പേപ്പർ കട്ടറായിട്ട് അന്ന് ഉപയോഗിച്ചതുണ്ട്. പിന്നെ സ്പൂണുകൾ, അതുപോലെ ജർമ്മൻ സിൽവർ സ്പൂൺ ഉപയോഗിച്ചതുണ്ട്. ഇതാണ് വുഡൻ സാൻഡൽസ്, അന്ന് തടി കൊണ്ടുണ്ടാക്കിയ സാൻഡല്. ഈ 3 മങ്കികളെ കുറിച്ച് അറിയാം. ഗാന്ധിജിയുടെ എല്ലാ കാര്യത്തിലും ഒരു 3 വൈസ് മങ്കീസ് ഉണ്ട്. അതുപോലെ ഗാന്ധിജിയുടെ കണ്ണട, അത് മൺപ്ലേറ്റുകൾ. ഇതാണ് ടംബ്ലർ. അത് എർവാദ ജയിലിലെ ഗാന്ധിജി വെള്ളം കുടിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന ടംബ്ലറാണ്. അതുപോലെ മറ്റു ചില പാത്രങ്ങൾ. അങ്ങനെ ഗാന്ധിജിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് സാധനങ്ങളുടെ ഒരു ശേഖരം അവിടെയുണ്ട്. വരുന്നവരൊക്കെ അത് കണ്ട് അതിൽ ചെറിയൊരു അതിശയമൊക്കെ ഊറിയായിരിക്കാം ഒരു പക്ഷേ പോകുന്നത്. അടുത്ത അലമാരയിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ആഷ് സ്പോട്ട് കാണാം. ഇത് ഗാന്ധിജിയുടെ ചിതാഭസ്മം സൂക്ഷിച്ചിരുന്ന ഒരു കുംഭമാണ്. ഇപ്പൊ അതിൽ ചിതാഭസ്മം ഉണ്ടാവണമെന്നില്ല. അതുപോലെ ചർക്കയുടെ മോഡല്, ഒരു ഊന്നി നടന്ന ഒരു വടിയുടെ മോഡല്, ഒരുപക്ഷെ അതൊക്കെ നേരിട്ട് ഉപയോഗിച്ചിരുന്നതാകാം. എന്തായാലും നമുക്കിതൊക്കെ കാണാനൊരു ഭാഗ്യം തന്നെ ഉണ്ടായിട്ടുണ്ട് ഗാന്ധിജിയുടെ ജീവിതത്തിലെ ചില ഏടുകളായിട്ട്.